ബഹുമാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ എനിക്കുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ടതും പല ആളുകളുടെയും ഹൃദയത്തിൽ തെറ്റിദ്ധാരണ വെച്ചു പുലർത്തുന്നതുമായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ആ വിഷയം മറ്റൊന്നുമല്ല, വിശ്വാസിയും കോടതിയും എന്ന് പറയുന്ന വിഷയമാണ് ഇന്ന് സന്ധ്യാസമയത്ത് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പൊതുവെ ദൈവജനത്തിൻ്റെ ഇടയിൽ, ദൈവജനത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു മധ്യത്തിൽ ഒരു വിശ്വാസി കോടതിയിൽ പോകുന്നത് ഗുരുതരമായ തെറ്റാണ്, വചനവിരുദ്ധതയാണ്, ഒരു വിശ്വാസിക്ക് യോഗ്യമല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരാൾ കോടതി പോയാൽ അദ്ദേഹത്തെ അനഭിമതനായി പ്രഖ്യാപിക്കുക എന്നുള്ളത് വിശ്വാസ സമൂഹത്തിൻ്റെ, ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സഭയെ പറയുന്നില്ല, വിശ്വാസ സമൂഹത്തിൻ്റെ പൊതുവേ ഉള്ള ഒരു ചിന്താഗതിയാണ്. ഈ ചിന്താഗതിയെ സംബന്ധിച്ച് ദൈവവചനം എന്തു പറയുന്നു എന്നാണ് ഇന്ന് രാത്രി ഞാനിവിടെ ഹ്രസ്വമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 2 വേദഭാഗങ്ങളാണ് വിശ്വാസിയും കോടതി വ്യവഹാരവും എന്ന് പറയുന്ന വിഷയം വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള 2 അധ്യായങ്ങൾ. ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 6-ാം അധ്യായവും, രണ്ടാമത്തേത് റോമാലേഖനം, അതിൻ്റെ 13-ാം അധ്യായവുമാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ചോദിക്കുന്നു, നിങ്ങൾ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നു പോകും. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്. ഇത് കൊരിന്തിലെ വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. കൊരിന്തിലെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവിടെ സഭയിൽ വിശ്വാസികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ ആ പ്രശ്നം തീർക്കാതെ ലോക മനുഷ്യരുടെ മുമ്പാകെ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവിടുത്തെ ചില വിശ്വാസികൾ പോയി. അത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസിനോട് കൊരിന്തിലെ സഭയിലെ ചില സഹോദരന്മാർ എഴുതി ചോദിച്ച ചോദ്യത്തിന് അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന വ്യക്തമായ ഒരു മറുപടിയാണ് 1 കൊരിന്തി 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം. ഇവിടെ ഈ വാക്യം വെച്ചുകൊണ്ട് വിശ്വാസ സമൂഹത്തിലെ ധാരാളം വിശ്വാസികൾ മുതലെടുക്കാറുണ്ട്. അവർ പറയുന്നത്, എന്ത് വൃത്തികേടും എന്ത് തോന്നിയാവാസവും ആരെക്കുറിച്ചും പറയാം, ഒരാളെ വരിഞ്ഞു മുറുക്കാം, ഞെരുക്കാം, വർഷങ്ങളോ മാസങ്ങളോ ദിവസങ്ങളോ സംവത്സരങ്ങളോ ഒരു മനുഷ്യനെ വേട്ടയാടി അവന്റെ കുടുംബജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി അവന്റെ ആത്മീക ജീവിതത്തെ നശിപ്പിച്ച് സമൂഹത്തിൽ അവനെ അപ്രയോജനും നിഷ്പ്രയോജനും അസമ്മതനും അതുപോലെ അപമാനിതനുമാക്കി അവന്റെ മനോസ്വസ്ഥത നശിപ്പിച്ച് അവന്റെ ആത്മീക ശുശ്രൂഷയെ ഇടിച്ച് തകർത്ത് സ്വഭാവഘാതകം ചെയ്ത് നശിപ്പിക്കാൻ സാധിക്കും. എന്നാലും അവൻ ഒരു കോടതിയിൽ പോകരുത് എന്നാണ് ഒരുപറ്റം ആളുകളുടെ ചിന്താഗതി. അത് വെച്ചുകൊണ്ട് ഏത് വൃത്തികേടും ചെയ്യാൻ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ നാളുകളായി എന്നെ ഒരുപറ്റം ആളുകൾ, ഒരുപറ്റം യുവ സഹോദരന്മാരെ ഒന്നിച്ചു കൂട്ടം കൂടി എന്ന് വ്യക്തിഹത്യ ചെയ്ത് നശിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതെല്ലാം ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിരന്തരമായി ഇങ്ങനെ ഏതെങ്കിലും വിഷയം ഞാൻ എൻ്റെ ടൈം ലൈനിലിട്ടാൽ അതിനെ ചർച്ച ചെയ്ത് എൻ്റെ വ്യക്തി വിഷയങ്ങളിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലേക്ക് ഒക്കെ പ്രവേശിച്ച് സത്യവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളും അപവാദങ്ങളും എല്ലാം എഴുതി കൂട്ടിച്ചേർത്ത് മനഃപൂർവ്വമായി വ്യക്തിഹത്യ ചെയ്ത് സമൂഹത്തിൽ ഞാൻ ചെയ്തു വരുന്ന ഒരു ശുശ്രൂഷയ്ക്ക് തടസ്സമുണ്ടാക്കുകയാണ്. ശരീരത്തിൽ 6-7 രോഗങ്ങളുള്ളൊരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ വൈഫിന് അതിനേക്കാൾ വലിയ രോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ 7 മേജർ സർജറിയും കഴിഞ്ഞ് 21 ടാബ്ലറ്റും 3 നേരത്തെ ഇൻസുലിൻ എടുക്കുന്നയാളാണ് എൻ്റെ വൈഫ്. ഞാനും ഏകദേശമൊക്കെ അത്രേ. ഇങ്ങനെ പോകുന്ന ഞങ്ങളെ
മനഃപൂർവ്വമായി ഈ സോഷ്യൽ മീഡിയയിൽ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം വിശ്വാസികൾ എന്ന് പറഞ്ഞ ആളുകൾ. അവരുടെ ചെയ്തികളെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഒരു സഹോദരനുണ്ട്. വിശ്വാസികൾ നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നത് ഭൂഷണമാണോ എന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, വിശ്വാസി എന്ന് പറയുന്നൊരു നിർവചനം ആദ്യം പറയാം. വിശ്വാസികൾ എന്ന് പറയുന്നതുകൊണ്ട് ഇന്നത്തെ പ്രാദേശിക സഭകളിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വിശ്വാസ സ്നാനം സ്വീകരിച്ച് തിരുവത്താഴ് മുറിക്കുന്ന ആളുകളെയാണ് വിശ്വാസികൾ എന്ന് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത്. വിശ്വാസികൾ എന്ന് വേദപുസ്തകം പറയുന്നത് കർത്താവായ യേശുവിനെ യഥാർത്ഥമായ പാപബോധമുണ്ടായിട്ട് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പുതുജന്മം പ്രാപിച്ച് ക്രിസ്തു സ്വഭാവത്തിന് യോഗ്യരായി തീർന്ന ആളുകളായിട്ടാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ക്രിസ്തു സ്വഭാവത്തിന് യോഗ്യതയുള്ളവരായി തീർന്ന ഒരു ദൈവ പൈതൽ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയുള്ളവനും സഹോദര പ്രീതിയുള്ളവനും സഹോദരന്മാരെ സ്നേഹിക്കുന്നവനും അവരെ പകയ്ക്കാൻ യാതൊരു നിലയിലും ഹൃദയമില്ലാത്തവനും ആയിരിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത് സഹോദരനെ പകയ്ക്കുന്ന ഏവനും കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനിലും നിത്യജീവൻ വസിക്കുന്നില്ല എന്നാണ്. നിരന്തരമായി ഒരു മനുഷ്യന്റെ, ഒരു സഹോദരന്റെ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ വിശ്വാസ ജീവിതത്തെ തകർത്തു കളയുവാനും അവനെ നിദ്രാവിഹീനനാക്കി ഉപദ്രവിക്കാനും അവന്റെ ആത്മീയ ശുശ്രൂഷയെ വളരെ മോശമായ നിലയിൽ സമൂഹത്തിൽ തരം താഴ്ത്തി കാണിക്കാനും അവന് വിരോധമായി വ്യക്തിഹത്യകൾ. ഇപ്പം ഞാൻ ഉദാഹരണം ഒരു വിഷയം എഴുതി കഴിഞ്ഞാൽ, ഇപ്പം പൊതുവായൊരു വിഷയം ഞാൻ എഴുതി ചിന്തിക്കുക. ആ പൊതുവായ വിഷയം ഞാൻ എഴുതിയാൽ ആ പൊതുവായ വിഷയത്തെ 2-3 നിലയിൽ ആൾക്കാർക്ക് അതിനെ വീക്ഷിക്കാം. ഒന്ന്, ഈ വിഷയം വായിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വായിക്കാതിരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 2, വായിച്ച് അതിനെ അംഗീകരിക്കാൻ മനസ്സിലാത്തവർക്ക് അതിനെ അംഗീകരിക്കാതെ തിരസ്കരിക്കാൻ ഉള്ള അവകാശമുണ്ട്. 3, ഇനി എന്നോട് സ്നേഹബുദ്ധിയോ ഒരു കറക്ഷനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് അവർക്കതിനെക്കുറിച്ച് കറക്ഷൻ പറയാൻ ഉള്ള അവകാശമുണ്ട്. ഞാൻ ഇവിടെ ചില ആളുകളെ എൻ്റെ ടൈം ലൈനിൽ അവർക്ക് ഇത് എഴുതാനായിട്ടൊന്നും സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സാവകാശം ഞാൻ കൊടുത്തില്ലാത്തതുകൊണ്ട് അവർക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എൻ്റെ ടെലിഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം, അല്ലെ എൻ്റെ വാട്സാപ്പിൽ ആ നമ്പറുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇവിടുത്തെ പ്രശ്നം, എന്ത് തോന്നിയാവാസം ഒരു സഹോദരനെതിരായിട്ട് അല്ലെങ്കിൽ വ്യക്തിക്കെതിരായിട്ട് ചെയ്താലും അവനത് സഹിച്ച് അവൻ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോയാലും, അവൻ്റെ ഭാര്യ വിധവയായി തീർന്നാലും, അവൻ്റെ മക്കൾ അനാഥരായി തീർന്നാലും, അവൻ്റെ കുടുംബം അനാവൃതമായി പോയാലും, അവൻ്റെ ശുശ്രൂഷ ഇല്ലാതെ പോയാലും, ഈ അവനെ വരിഞ്ഞു മുറുക്കി നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ അവരാര് തന്നെയായിരുന്നാലും സഹോദരന്മാർ എന്ന് കാണാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ യാതൊരു നിലയിലും മറ്റൊരാളുടെ മനോശാന്തിക്ക് തകരാറുണ്ടാക്കുകയോ അവർക്ക് അഭിമാനക്ഷതം വരുത്തിയവരെ നശിപ്പിക്കുകയോ അവർക്ക് വിരോധമായി നിരന്തരമായി ദോഷം ചെയ്യുകയോ അവരെ വ്യക്തിഹത്യ ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയില്ല. കാരണം രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എന്നാണ്. അങ്ങനെ അല്ലാതെ പേരിന് വേണ്ടി ഒരു സഭാബന്ധത്തിൽ വിശ്വാസിയാണെന്ന് പറഞ്ഞ് നിന്നിട്ട് എന്തു നിലയിലുള്ള തോന്നിയാവാസങ്ങളും അയോഗ്യതകളും മറ്റുള്ള ആൾക്കെതിരെ ചെയ്തിട്ട് സൈബർ കുറ്റത്തിലും പോകാൻ പാടില്ല, കോടതിയിലും പോകാൻ പാടില്ല, പോലീസിലും പോകാൻ പാടില്ല, പോയാൽ ഇവൻ കുഴപ്പക്കാരനാണ് എന്ന് പറയുന്ന തിയോളജിയോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇവിടെ കൊരിന്തിലെ വിശ്വാസികൾ പറഞ്ഞത്, കൊരിന്തിലെ വിശ്വാസികൾ ആ 1-ാം നൂറ്റാണ്ടിലെ ആദ്യകാല വിശ്വാസികളാണ്. അവിടെ ആദ്യകാല വിശ്വാസികളായ ആളുകളോട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം നിങ്ങളുടെ ഇടയിൽ തന്നെ തീർക്കണം. നമ്മുടെ മധ്യത്തിൽ ഒരു സഹോദരനെ സംബന്ധിച്ച് ഒരാൾക്കൊരു പ്രയാസം ചിന്തിക്കുക, എന്താ അദ്ദേഹം ചെയ്യണ്ടേ? അതെ, ആ സഹോദരനെ നേരിട്ട് വിളിക്കണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15-ാം ഭാഗം പറഞ്ഞ ആ സഹോദരനെ നേരിട്ട് വിളിക്കണം, വിളിച്ച് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയണം, സംസാരിക്കണം, നിരപ്രാപിക്കണം. ഇനി അതിന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം 2 സാക്ഷികളെ കൂട്ടിക്കൊണ്ട് വരണം. വേർപെട്ട ദൈവത്തിന്റെ എല്ലാ സഭകളും പ്രാദേശിക സഭകളാണ്. വേർപാടുകാരുടെ മൊത്തം സഭകളുടെയും സംരക്ഷക സമിതിയായി ഇവിടെ സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ ആരുമില്ല. ഞാൻ വേർപാട് സഭകളുടെ മൊത്തം സംരക്ഷക സമിതിയിൽപ്പെട്ട ഒരാളല്ല. എനിക്കൊരു പ്രാദേശിക സഭയുണ്ട്, ആ പ്രാദേശിക സഭയുടെ ബന്ധമുണ്ട്. എന്നാൽ പൊതുസഭയുടെ നന്മയ്ക്കായി കറക്ഷൻ ആവശ്യപ്പെടുന്നത് കറക്ഷനും, യോഗ്യമായി മുമ്പോട്ട് പോകേണ്ടത് യോഗ്യമായി മുമ്പോട്ട് പോകണമെന്നും, തെറ്റിദ്ധാരണമുണ്ടെങ്കിൽ ആ തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്നും എഴുതാനുള്ള സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം
ഈ ഇന്ത്യ ഗവൺമെൻറ് മറ്റാർക്കും കൊടുത്തുള്ളൂ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ എഴുതുന്ന കാര്യങ്ങളെ വിയോജിപ്പുണ്ട്, ഒരു കാരണവശാലും എന്നോട് അതിന് യോജിക്കാൻ കഴിയുകയില്ല. അത് മുഖാന്തരമായി ചില ആൾക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന വിഷയം, നിങ്ങൾ എനിക്കെതിരായി എൻ്റെ മാധ്യമ സ്വാതന്ത്ര്യം ഞാൻ വിനിയോഗിക്കുന്നതിനെ കൊണ്ടുപോയി കേസ് കൊടുക്കണം. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട പോലീസ് സൂപ്രണ്ടിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ഇടയാറുമുള്ള താമസിക്കുന്ന ഒരു മനുഷ്യനാണ്, ഇന്ത്യൻ പൗരനാണ്. ക്രിമിനൽ ഒഫൻസസ് ഒന്നും ഞാൻ ഇതില്ല, ചെയ്യാറുമില്ല. അപ്പം നിങ്ങൾക്ക് വയ്യായെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ വളരെ ബുദ്ധിമുട്ടായി തോന്നുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു കേസ് ഫയൽ ചെയ്യണം. എനിക്ക് കോടതി വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ കോടതി കയറാൻ പ്രയാസമുള്ള ആളല്ല. കാര്യം എനിക്ക് കോടതി എനിക്കൊണ്ട് വെച്ചേക്കാണ്. കാര്യം ഇവിടുത്തെ റേഷൻ കാർഡ് ഗവൺമെൻറ് തരുന്നത് എനിക്ക് വാങ്ങാമെങ്കിൽ, BJP ഗവൺമെൻറ് ഭരിക്കുന്ന ഈ രാജ്യത്തെ ഗവൺമെൻറ് പൗരന്മാർക്ക് തരുന്ന പൗരാവകാശങ്ങളിൽപ്പെട്ട റേഷൻ എനിക്ക് വാങ്ങാമെങ്കിൽ, സീനിയർ സിറ്റിസനായി എനിക്ക് തരുന്ന 25% കൺസെഷൻ റെയിൽവേയുടെ ടിക്കറ്റിന് എനിക്ക് അനുഭവിക്കാമെങ്കിൽ, മറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ഗവൺമെൻറ് എനിക്ക് തരുന്ന സഹായങ്ങൾ എനിക്ക് സ്വീകരിക്കാമെങ്കിൽ, എൻ്റെ സംരക്ഷണത്തിനും എൻ്റെ പൗരാവകാശത്തിനും എൻ്റെ മനസ്സമാധാനത്തിനും എനിക്കെതിരായി പ്രവർത്തിക്കുന്ന ദോഷൈക ദൃക്കുകളുടെ ദോഷത്തിനായി ദൈവത്താൽ സ്ഥാപിതമായ കോടതിയെ സമീപിക്കുന്നതിനും എനിക്ക് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു യുവസഹോദരനാണ് ഞാൻ. മധ്യവയസ്കനാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസം അങ്ങനെ അല്ലായിരിക്കാം. എൻ്റെ വിശ്വാസം അനുസരിച്ച് കിരാതമായ നിലയിൽ ഒരു സഹോദരനെ നിരന്തരമായി ഒരാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും അതിന് പരിഹാരം പറയാൻ നമ്മുടെ മധ്യത്തിൽ ആരുമില്ലാതിരിക്കുകയും ഏകനായി ഈ സഹോദരൻ കൂട്ട ആക്രമിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെടുകയും ചെയ്താൽ അവൻ ആര് തന്നെയായിരുന്നാലും അവനെതിരെ പോലീസിൽ പരാതി കൊടുക്കാനും അവനെതിരെ വേണ്ടി വന്നാൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് നിയമ പോരാട്ടം നടത്തുന്നതിനും യാതൊരു തെറ്റും ദൈവവചനം പറയുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് ഞാൻ തെളിവ് തരാം. ആ തെളിവ് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ തെളിവ്, അപ്പോസ്തലനായ പൗലോസ് ആ കൊരിന്ത്യരോട് ഇത് പറഞ്ഞത്. പൗലോസ് കൊരിന്ത്യരോട് പറയുമ്പോൾ പൗലോസ് തന്നെ 3 ന്യായാധിപന്മാരുടെ മുമ്പാകെ തന്നെ താൻ നിന്നിട്ടുണ്ട്. 1 ഫേലിക്സ്, 2 ഫെസ്തോസ്, 3 അഗ്രിപ്പാവ്. നാടുവാഴികളായ ആളുകൾ, അന്നത്തെ കാലത്ത് നാട്ടുരാജക്കന്മാരായ ആളുകൾ, നാടുവാഴികളായ ആളുകളാണ് നിയമവശവും കൈകാര്യം ചെയ്യുന്നത്. പീലാത്തോസ് ഗലീലയുടെ ഗവർണറായിരുന്നു. ആ ഗവർണറാണ് റോമ സാമ്രാജ്യത്തിന് വേണ്ടി ഗലീല പ്രൊവിൻസിലെ നിയമാവലികൾ റോമ ഗവൺമെന്റിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭരണാധിപനും അവിടുത്തെ ന്യായാധിപനുമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പീലാത്തോസിന്റെ പ്രിറ്റോറിയത്തിന് മുമ്പാകെ കൊണ്ടുവന്ന് വിസ്തരിച്ച് അവനെ കുറ്റം ചുമത്തി ക്രൂശിപ്പാൻ ഏൽപ്പിച്ചത്. അത് നമ്മൾ വായിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു കേസ് കൊടുക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞു നിന്ന് എന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കൊണ്ട് കൊടുക്കും. അതാദ്യം മനസ്സിലാക്കണം. ഞാൻ പറയുന്ന കാര്യം തെറ്റിദ്ധരിക്കാതെ അതുപോലെ തന്നെ കേൾക്കണം. രണ്ടാമത്തെ വിഷയം, പൗലോസ് അപ്പോസ്തലനായ പത്രോസും അപ്പോസ്തലനായ യോഹന്നാനും ഇവരെല്ലാം ന്യായാധിപ സംഘത്തിന് മുമ്പാകെ വിസ്തരിക്കപ്പെട്ട ആളുകളാണ്. അപ്പോസ്തലനായ പൗലോസ്, ഫേലിക്സ്, ഫെസ്തോസ്, അഗ്രിപ്പാവ് 3 നാട്ടുരാജക്കന്മാരുടെ മുമ്പാകെ തന്റെ ന്യായവാദം ചെയ്യുകയും അദ്ദേഹത്തെ വിസ്തരിക്കുകയും അതുകൂടാതെ സ്വജനം അദ്ദേഹത്തെ വിസ്തരിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ വിസ്താരത്തിൽ തനിക്ക് ന്യായം കിട്ടുന്നില്ല എന്നുള്ള തന്റെ ന്യായ നിശ്ചയത്തിനാണ് അന്നത്തെ റോമ സാമ്രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി റോമൻ കൈസറെ അദ്ദേഹം അഭയം ചൊല്ലിയത്. അപ്പോസ്തലനായ പൗലോസിന് ഫേലിക്സിന്റെ മുമ്പാകെ നിൽക്കാം, അപ്പോസ്തലനായ പൗലോസിന് ഫെസ്തോസിന്റെ മുമ്പാകെ നിൽക്കാം, അപ്പോസ്തലനായ പൗലോസിന് അഗ്രിപ്പാവിന്റെ മുമ്പാകെ നിൽക്കാം. പക്ഷേ കഠിനമായി മുറിവേൽക്കപ്പെട്ടും മറ്റൊരു മനുഷ്യനെ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനുള്ള പ്രേരണ നൽകത്തക്ക നിലയിൽ അവനെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില ജഡികന്മാരായ ആളുകളെ, അത് ഫേക്ക് ഐഡികൾ വന്നു കഴിഞ്ഞാൽ അത് കണ്ടെത്താനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയോ ഇവിടുത്തെ കോടതിയോ സമീപിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഉപദേശം പറയുന്നവർ ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ, കോടതിയിൽ വരട്ടെ. ഞാനാ പറഞ്ഞത് വരട്ടെ എന്ന്. ഈ രാത്രി എനിക്കെതിരായിട്ട് എടുത്തിട്ട് എവിടെ വേണം നിങ്ങൾ ചെയ്തു, എവിടെ വേണം ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ ഡിസ്കസ് ചെയ്യുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ടൈം ലൈൻ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പത്തനംതിട്ട സൈബർ സെല്ലിൽ പരിശോധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഞാൻ മരപ്പൊട്ടനൊന്നുമല്ല, ക്ഷമിക്കുന്നതിനൊരു അതിരുണ്ട്. എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ എനിക്ക് തരുന്ന കൃപാവരങ്ങൾ കൊണ്ട് ലഭിച്ച കൃപാവരം കൊണ്ട് എൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദൈവം തന്ന ശുശ്രൂഷ. ഞാൻ ആരുടെയും കാര്യങ്ങൾ പ്രവേശിക്കുന്നില്ല. എൻ്റെ ടൈം ലൈനിലാണ് ഞാൻ എഴുതുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾ അത് ഗ്രഹിക്കുക. ഇനി 2, പൗലോസ് സുപ്രീം കോടതിയുടെ മുമ്പാകെ നിന്നു. തന്റെ നീതി നിഷേധിക്കപ്പെട്ടു. അദ്ദേഹം ഗളച്ഛേദം ചെയ്യപ്പെട്ടു, ഈ ഭൂമിയിൽ നിന്ന് പോയി. റോമാലേഖനം 13-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം.
റോമാലേഖനം 13-ാം അധ്യായത്തിൽ കോടതി നിങ്ങൾക്ക് ഇച്ഛിച്ചയായിരിക്കാം, എനിക്ക് കോടതി ഇച്ഛിച്ചയല്ല. പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് ഇച്ഛിച്ചയായിരിക്കാം, എനിക്ക് പോലീസ് സ്റ്റേഷൻ ഇച്ഛിച്ചയല്ല. കാരണം എൻ്റെ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയും എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയും എൻ്റെയും കൂടെ സംരക്ഷണത്തിന് വേണ്ടിയും ദൈവത്താൽ നിയമിക്കപ്പെട്ട ശുശ്രൂഷകന്മാരാണ് ഈ പോലീസ് അധികാരികളെന്നും കോടതിയിലെ ന്യായാധിപന്മാരെന്നും ഞാൻ ദൈവപ്രകാരം വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ടെങ്കിൽ എൻ്റെ സങ്കടം ഇവിടെ പരിഹരിക്കപ്പെടുന്ന അല്ല എങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി ദൈവത്താൽ സ്ഥാപിതമായ നിയമജ്ഞന്മാരുടെ അടുത്ത് ഞാൻ എൻ്റെ സങ്കടത്തിന് വേണ്ടി സമീപിച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് വിശ്വാസമില്ല. അല്ലെങ്കിൽ ദ ഹോൾ വേൾഡ് എന്നെ മുടക്കട്ടെ, ധൈര്യമുള്ളവർ എന്നെ മുടക്കി എന്നെ നിങ്ങൾ ചെയ്യാമെന്ന് ചെയ്യുക. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കെതിരായി സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്ത പോലെ നിങ്ങൾ സർക്കുലേറ്റ് ചെയ്തിട്ട് എന്നെ ശിക്ഷിക്കുക. ഏതായാലും കാര്യങ്ങൾ ഇത്രയും സ്ഥിതിയായി. അവ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എവിടുന്നാണ് ഇത്, ആരാണ് കൊടുത്തത്, എങ്ങനെയാണ് ചെയ്തത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഇനിയും ഞാൻ പമ്മിട്ട് കാര്യമില്ല. അല്ലെ വരുന്ന ശിക്ഷ എനിക്ക് വരട്ടെ. ഞാൻ ജയിലിൽ പോകണം, ഞാൻ ജയിലിൽ പൊക്കോളാം. എനിക്കൊരു പ്രശ്നമില്ല. കാര്യം എൻ്റെ സഹോദരന്മാർ മുഖാന്തരമായി ഞാൻ ജയിൽവാസത്തിന് പോകണമെങ്കിൽ ഞാനതിന് പോകാം, എനിക്കൊരു പ്രയാസമില്ല. പക്ഷേ നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. റോമാലേഖനം 13-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. ഇത് ഞാൻ പ്രകോപനത്തിൽ പറയുന്നതല്ല, ദൈവവചനത്തിലുള്ള പരിജ്ഞാനം കൊണ്ട് പറയുന്നതാണ്. അവിടെ വായിക്കുന്നു, ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾ കീഴടങ്ങട്ടെ. ഇവിടെ വേർപാടുകാരൻ ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പെന്തക്കോസുകാരൻ കീഴടങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ബാപ്റ്റിസ്റ്റുകാരൻ കീഴ്പ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഏതു മനുഷ്യനും, അതായത് രാജ്യത്ത് ജീവിച്ചാൽ, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചാൽ, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏത് വിശ്വാസി അവിശ്വാസിയും ഇന്ത്യ മഹാരാജ്യത്തിലെ ശ്രേഷ്ഠ നിയമങ്ങൾക്ക്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനും ആ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾക്കും വിധേയപ്പെട്ടെന്നാണ്. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സെഷൻസ് കോർട്ടോ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോ സിവിൽ കോടതികളോ പോലീസ് സ്റ്റേഷനുകളോ എല്ലാം ദൈവത്താൽ അധികാരപ്പെട്ട സ്ഥാപനങ്ങളാണ്. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. നിങ്ങൾ കണ്ണു തുറന്ന് വായിച്ചോ. ഞാൻ എൻ്റെ ബൈബിളിൽ വായി, നിങ്ങളുടെ ബൈബിളിൽ തന്നെയായിരിക്കുന്നത്. ഇനി അടുത്തത്, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബം ദൈവത്താൽ സ്ഥാപിതമാണ്. ദൈവസഭ ദൈവത്താൽ സ്ഥാപിതമാണ്. ന്യായാധിപ സംഘവും കോടതിയും പോലീസ് അതോറിറ്റികളും ദൈവത്താൽ സ്ഥാപിതരായ ശുശ്രൂഷകന്മാരാണ്. ഞാൻ പറയുന്ന ഈ വിഷയത്തെ ചോദ്യം ചെയ്താൽ, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ ആക്ഷേപിക്കുന്ന ആക്ഷേപത്തിന്റെ ക്ലിപ്പ് പത്തനംതിട്ട SP ഓഫീസിൽ ഞാൻ സമർപ്പിക്കും നാളെ രാവിലെ. എന്നെ ആക്ഷേപിച്ച് അപമാനിച്ചാൽ ഞാനത് സമർപ്പിക്കും. അതിന് എനിക്ക് യാതൊരു ഭയവുമില്ല. കാര്യം എനിക്ക് 60 വയസ്സായി. ഇന്ന് രാത്രി മരിച്ചു പോയാൽ എനിക്ക് പ്രയാസവുമില്ല. കാര്യം ഞാൻ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അത്രയും കഠിനമായി ഉപദ്രവിക്കപ്പെടുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. എൻ്റെ മനോവേദന വളരെയാണ്. ഇന്നലെ രാത്രിയിലത്തെ എൻ്റെ ലോ BP 130 ആണ്. ലോ BP. അതിന് കാരണക്കാരാരെന്നറിയാമോ? വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ഫേക്ക് ഐഡികൾ. നാണമില്ലേ നിങ്ങൾക്ക്? രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് നിങ്ങൾക്ക്. നാണമില്ലേ വേർപാട് സഭയുടെ സംരക്ഷകരാന്ന് പറയാൻ? ലജ്ജയില്ലേ നിങ്ങൾക്ക്? ലജ്ജയില്ലേ? ഒരു സുവിശേഷകന്റെയും അവന്റെ കുടുംബത്തിന്റെയും കണ്ണുനീർ നിങ്ങളുടെ നിറകമേൽ വന്ന് നിങ്ങൾ ശപിക്കപ്പെട്ടു പോകാൻ നിങ്ങൾക്ക് നാണമില്ലേ? എൻ്റെ ഹൃദയത്തിന്റെ വേദന ഉണ്ടായി ചോദിക്കുന്നത്. നിങ്ങൾക്ക് നാണമില്ലേ? ലജ്ജയില്ലേ? സങ്കടമില്ലേ? മനസാക്ഷി കുത്തില്ലേ? പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ പ്രാർത്ഥിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇവിടെ വായിക്കുന്നത്, ദൈവത്താൽ അല്ലാതെ ഒരധികാരമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അധികാരികൾ ഭയങ്കരന്മാരായിരിക്കുന്നത് സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്രേ. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ചെയ്യുന്നു. നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായി ഇരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് അമ്മാനമാടാനല്ല. നിങ്ങൾക്ക് അമ്മാനമാടാൻ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളെയും കിട്ടും. നാട്ടിലുള്ളവനെ എല്ലാം അമ്മാനമാടുമോ? നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എന്നെ അകാരണമായി എന്നെ ഉപദ്രവിക്കുക. നിങ്ങൾ ആ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് എന്നെ പുച്ഛിക്ക് പുറന്തള്ളുന്ന നിങ്ങളുടെ സ്വന്തം നാട്ടിലിറങ്ങി, നിങ്ങളുടെ നാട്ടിലെ ആ കവലയിലിറങ്ങി നിങ്ങൾ ഏതെങ്കിലും ആളുകളോട് 2 അക്ഷരം പറയുമോ അയോഗ്യമായിട്ട്? നിങ്ങൾ പറയുകയെന്ന് എനിക്കറിയാം. നിങ്ങൾ പറയുന്ന ഇതുപോലുള്ള ഒന്നും പറയാൻ വയ്യാതെ സ്വന്തം വീട്ടിലിരിക്കുന്ന സഹോദരന് വിരോധമായി നിങ്ങൾ പറയുകയില്ല. പറയുമ്പോഴിരിക്കുന്ന അറിയാമോ? അവൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. നന്മ ചെയ്യുക, നിനക്ക് അവനോട് പ്രീതി ഉണ്ടാകും. തിന്മ ചെയ്താൽ തിന്മ ചെയ്യുന്നവന് ദോഷത്തിനായി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് അവൻ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ന്യായാധിപന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇൻസ്പെക്ടർ ജനറൽമാർ, DGPമാർ,
അതുപോലെ ഭരണാധിപന്മാർ, ഇതുപോലെയുള്ള ആളുകളെല്ലാം ദോഷം ചെയ്യുന്നവന്റെ ശിക്ഷയ്ക്ക് വേണ്ടി ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ശുശ്രൂഷകന്മാരാണ്. നിങ്ങളിൽ ഒരാള് എനിക്ക് വിരോധമായി എഴുതുന്ന ആളുകൾ, എനിക്ക് വിരോധമായി അഴി ഉണ്ടാക്കി എഴുതുന്ന ഒറ്റ ഒരുത്തൻ പത്തനംതിട്ട SP ഓഫീസിൽ വന്നിട്ട് നിങ്ങൾ എനിക്കെതിരായിട്ട് പ്രൂഫ് കൊടുത്തു വെച്ച് നിങ്ങൾക്കൂടെ വാദിക്കാവോ? വാദിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വാദിക്കുക. നിങ്ങൾക്ക് വാദിക്കാൻ ഞാൻ നിങ്ങളോടാ പറയുന്നത്, വാദിക്കാൻ നിങ്ങൾ വരുമോ? അവിടെ നിങ്ങൾ വന്നാൽ ന്യായം പോവോ? നാണം വേണം, നാണം, ലജ്ജ. ആദ്യം രക്ഷിക്കപ്പെടണം, പാപമോചനം പ്രാപിക്കും, ശരിയായി വീണ്ടും ജനം പ്രാപിക്കണം. രക്ഷിക്കപ്പെട്ടവന്റെ കുറ്റിയെ മുളച്ച് 16-ാമത്തെ വയസ്സിൽ വെള്ളത്തിൽ ചാടിയ അധർമ്മികളാണ് സാധാരണ നിലയിൽ അധമന്മാരായ ഭാവികളെക്കാൾ മോശമായ നിലയിൽ പ്രവർത്തിക്കുന്നത്. അറിയാവോ? നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം? ഞാൻ പറയാം. അതായത് ശരിയായി രക്ഷിക്കപ്പെടണം, ശരിയായി പാപമോചനം പ്രാപിക്കണം, ശരിയായി മാനസാന്തര അനുഭവം ഉണ്ടാകണം. മാനസാന്തരം ഉണ്ടായി രക്ഷയുടെ ബീജം, അതായത് യേശുക്രിസ്തുവിന്റെ നിത്യജീവന്റെ ബീജം ഹൃദയത്തിൽ പതിയണം. അങ്ങനെ പതിഞ്ഞ് രക്ഷിക്കപ്പെട്ട ദൈവം തന്നെ വേറൊരുത്തനെ നിദ്രാവിഹീനാക്കി ഭ്രാന്ത് പിടിപ്പിക്കാൻ, അവനെ തകർത്ത് കളയാൻ സാധിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്താൽ, അങ്ങനെ ചെയ്യുന്നവൻ ഏത് ക്രെഡികെട്ടിയവനായാലും അവനെ പോലീസിൽ ഏൽപ്പിക്കാൻ നമുക്ക് അധികാരമുണ്ട്. അങ്ങനെയാണ് ഗവൺമെന്റ് പറയുന്നത്. അതിന് നമ്മൾ സഹിച്ചോണം. വരിഞ്ഞു മുറുക്കി പാമ്പ് മുയലിനെ പിടിച്ചു തിന്നാൻ വേണ്ടി വരിഞ്ഞ് വാലുകൊണ്ട് മുറുക്കുന്ന പോലെ മുറുങ്ങി ഇവനെല്ലാം കഷ്ടം സഹിച്ചോണമെന്നും വേദവസ്തുതി കേട്ടില്ല. വേദവസ്തുതി ചെയ്തിട്ടുള്ളത് നിന്റെ സമാധാനത്തിനായി, നിന്റെ എതിരാളിയുടെ ശിക്ഷയ്ക്കായി, ദോഷം ചെയ്തവന്റെ ശിക്ഷയ്ക്കായി ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് ഇവനെന്ന് എഴുതിയേക്കുന്നത്. ദൈവ എഴുതിയാണ്, നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷകനാകുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, തീർത്ത് പറഞ്ഞേക്കാം. ഒരു യഥാർത്ഥ വിശ്വാസി മറ്റൊരു സഹോദരന്റെയോ ഒരു സഹോദരിയോ ഒരു കുടുംബത്തിന്റെയോ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടാൻ രാപകൽ അവർക്ക് വിരോധമായി പ്രവർത്തിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുകയില്ല. അവർക്കെതിരായി വ്യക്തിഹത്യ ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുകയില്ല. അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവന്റെ രക്ഷിക്കപ്പെട്ട ഒരു സ്വഭാവം കാണിക്കും. പക്ഷേ നീ സ്നാനപ്പെട്ടവനായിരിക്കാം, നീ തിരുവത്താഴത്ത് മുറിച്ചു തിന്നുന്നവനായിരിക്കാം, സ്വാഭാവിക വ്യത്യാസമൊന്നും ഞാൻ പറയുന്നില്ല. നീ രക്ഷിക്കപ്പെട്ടവനല്ലെന്നുള്ളതുകൊണ്ടാണ് നീ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സഹോദരനും സഹോദരനുമായി വ്യവഹരിക്കുന്നതിനെ വേദവസ്തു എതിര് പറഞ്ഞിട്ടുള്ളൂ. കൊരിന്ത്യലേഖനം 6-ാം അധ്യായത്തിൽ ഒരു വിശ്വാസിയുമായി വ്യവഹരിക്കുന്നതിന് മാത്രമേ എതിര് പറഞ്ഞിട്ടുള്ളൂ. രക്ഷിക്കപ്പെടാത്ത ഒരാള് രക്ഷിക്കപ്പെട്ടവനാണെന്ന് ഉള്ള ഭാവേന വസിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരുത്തിനെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചാൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ അവനെതിരെ നീതിക്ക് വേണ്ടി കോടതി പോകുന്നതിന് യാതൊരു പ്രയാസവുമില്ല. പോകാൻ താല്പര്യമില്ലാത്തവർ പോകണ്ട, പോകേണ്ടവർക്ക് പോകാമല്ലോ. നിങ്ങൾ പോകണ്ട, പോകേണ്ടവർക്ക് പോകാമല്ലോ. കാര്യം ഉപദ്രവം സഹിക്കുന്നവൻ പോയാൽ മതിയല്ലോ, എല്ലാത്തിനും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതെന്നറിയാവോ? അതുകൊണ്ട് ഈ കോടതിയുടെ പേപ്പനാമ്പടിയൊന്നും പറഞ്ഞ്, അതായത് ഇത് വിശ്വാസി അല്ലെ ഉപദേശി, അവൻ കോടതി പോകാൻ പറ്റുമോ? പോയാൽ അവനെ ശരിയാകുമോ? കോടതി പോയാൽ നിങ്ങളങ്ങ് മുടക്കുമായിരിക്കും, എന്നെ അത്രയല്ലേ ഉള്ളൂ. അതിൽ കൂടുതൽ മുടക്കുകയില്ലല്ലോ, ചെയ്യുകയില്ലല്ലോ. എന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. ദൈവവചനത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയും ആ വിപരീതമായി പ്രവർത്തിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ നീതിബോധമുള്ള ഒരുവൻ പോലും ഇല്ലാതിരിക്കുകയും പിന്നെ അവൻ സങ്കടപ്പെട്ട് അവൻ മരിച്ചു പോവുകയും ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അവന് കോടതി പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ദോഷം സഹിക്കുന്ന ഏത് സഹോദരനും, കാരണം കൂടാതെ ദോഷം സഹിക്കുന്ന ഏത് സഹോദരനും, ദോഷം ചെയ്യുന്നവന്റെ ശിക്ഷയ്ക്ക് വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ട ശുശ്രൂഷകന്മാരായ കോടതിയെയും പോലീസ് അധികാരികളെയും അവന്റെ സങ്കടം ബോധിപ്പിക്കാനും, അവൻ കള്ളം പറയാൻ പാടില്ല, നീതിയുള്ള കാര്യം പറയണം. അവന്റെ സങ്കടം ബോധിപ്പിക്കാനും, സങ്കടം ബോധിപ്പിച്ചിട്ട് അവന്റെ സങ്കടത്തിന് പരിഹാരം നേടാനും അധികാരവും അവകാശവും ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുകയും ഞാനത് സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം അങ്ങനെ റോമാലേഖനം 13-ാം അധ്യായം മൊത്തം അങ്ങനെ പറയുന്നത്. അതായത് വളരെ വ്യക്തമായി പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റിന് നികുതി കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഗവൺമെന്റ് നമ്മൾ ചുങ്കം കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഗവൺമെന്റ് നിയമാവലികൾക്ക് നമ്മൾ വിധേയപ്പെടുന്നത്. ദൈവത്തിന്റെ പ്രമാണത്തെ അനുസരിക്കാൻ വിളിക്കപ്പെട്ടൊരു ദൈവപൈതൽ രാജ്യത്തിന്റെ പ്രമാണത്തെ അനുസരിച്ച് വിധേയപ്പെട്ട് ജീവിക്കും. അവന് മറ്റുള്ളവന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുകയില്ല, വേറൊരുവനെ സമൂഹത്തിൽ തകർത്ത് കളയാനായിട്ട് ശ്രമിക്കുകയില്ല, അവന്റെ കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതയിലാക്കാൻ ശ്രമിക്കുകയില്ല. നീ ദൈവപൈതലല്ല, നീ രക്ഷിക്കപ്പെട്ടവനല്ല എന്നുള്ളൊരു തെളിവാണ്
ദുഷ്ടന്മാരായ അധമന്മാർ പോലും ചെയ്യാത്ത ദുഷ്ടത നിങ്ങൾ ചെയ്യുന്നത്. ദുഷ്ടന്മാർ പോലും ചെയ്യാത്ത അധമത നിങ്ങൾ ചെയ്തേച്ച് നിങ്ങൾ വിശ്വാസിയ, നിങ്ങൾക്ക് വിരോധമായി കോടതിയിൽ പോകരുത് നിങ്ങൾ വേറോട് പറഞ്ഞ് ആരോടാ പറഞ്ഞ് ഇരുട്ടിനോട് പ്രസംഗിക്കുന്നവരോ? നിങ്ങൾ വിശ്വാസിയാണ്, തെളിയിക്ക്, കോടതി പോകണ്ട. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ വരും. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ മുട്ടുകൊടുക്കുമ്പോൾ നിന്റെ സഹോദരനെക്കുറിച്ച് നിന്നോട് ഹൃദയത്തിൽ വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ സഹോദരനോട് നിരപ്രാപിക്കും. നിരപ്രാപിച്ച ശേഷം ദൈവസ്ഥനിൽ നീ പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്താൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന നിനക്ക് ശാപമായി ഭവിക്കും. നിന്റെ തലമുറകൾ ശപിക്കപ്പെടും. അത് വേദോസം അങ്ങനെ പറയുന്നത്. നീ നശിച്ചു പോകും. ദുഷ്ടൻ സ്വദേശിയുമായ വൃക്ഷം പോലെ തഴയ്ക്കുന്നത് ഞാൻ കണ്ടു. പിന്നത്തേതിൽ ഞാൻ പോയപ്പോൾ ആ വഴിയെ പോയപ്പോൾ അവനെ കണ്ടില്ലെന്ന് തന്നെയാണ് വേദോസം എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചരിത്രത്തിലും വേദോസത്തിലും എത്രയോ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് പറഞ്ഞ് ആരും പേടിപ്പിക്കണ്ട. അറിയാവോ, വിശ്വാസി എന്ന് പറഞ്ഞ ഒരാൾ കോടതിയിൽ അവൻ സഹിക്കുന്ന കഷ്ടം ഒരു ഗതിയില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ സമീപിക്കുന്ന സ്ഥലമാണ് കോടതി. കോടതി വെച്ചിരുന്ന എന്തിനാ? കാരണം കൂടാതെ ഒരു മനുഷ്യനെ അകാരണമായി നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുകയും അവന് ദോഷം പ്രവർത്തിക്കുകയും അവനെ സമൂഹത്തിൽ തകർത്തിളയാൻ ശ്രമിക്കുകയും ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത വിശ്വാസി എന്ന് പറഞ്ഞവനെ ശിക്ഷിക്കാനാണ് കോടതി വെച്ചേക്കുന്നത്. അറിയാവോ? അല്ല ചുമ്മാ വെച്ചേക്കല്ല കോടതി. കോടതിക്കകത്ത് ചെന്ന് നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്താ അവളോട് ഇരിക്കുന്നു, നീ പറഞ്ഞ കാര്യം ശരിയാ എന്ന് പറഞ്ഞ് അവർ നാളെ രാവിലെ വിധിക്കുകയല്ല. നമ്മൾ ആരെക്കുറിച്ച് പരാതി പറയുന്നു, പരാതിക്കാരനെ കോടതി വിളിക്കും. നിനക്ക് ഇവന്റെ മേലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കും. എന്താണ് ഇവൻ നിനക്ക് ചെയ്ത ദോഷം ചോദിക്കും. നീ തെളിവ് സഹിതം ദോഷം പറയണം. ദോഷം പറഞ്ഞ് ദോഷം അവിടെ കൊണ്ടുവന്ന് തെളിവ് സഹിതം കൊണ്ട് കള്ളസാക്ഷിയെ കൊണ്ടുവന്ന് തെളിവ് സഹിതം അവിടെ പ്രസന്റ് ചെയ്തിട്ട് എനിക്ക് വിരോധമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരാൾ ഇഷ്ടമില്ലെങ്കിൽ, ഇത് വ്യക്തിപരമായ ഒരാൾ ഇഷ്ടമില്ലെങ്കിൽ ആ ഇഷ്ടമില്ലാത്തവനെ തകർത്ത് നശിപ്പിക്കാൻ വേണ്ടി നാനാ വഴിക്കും കൂടെ ഒന്നിച്ചുകൂടി കൂട്ടം കൂടി ചെന്നായ്ക്കൾ ഒരാട്ടിൻകുട്ടി ആക്രമിക്കുന്നവർ ആക്രമിക്കുക. എന്നിട്ട് പറയാണ് കോടതി പോകരുത്, അത് വിശ്വാസിയോഗ്യമല്ല. അത് വിശ്വാസിക്ക, രക്ഷിക്കപ്പെട്ടവനും ദൈവത്തെ അനുസരിക്കുന്നവനും ദൈവവചനത്തിനനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനും ദൈവഭയമുള്ളവനും അങ്ങനെയുള്ള ഒരാള് ഒരിക്കലും അതിന്റെ ആവശ്യം വരികയില്ല. അങ്ങനത്തെ ഒരു പ്രയാസം വരികയില്ല. ദൈവത്തെ അനുസരിക്കാതെ തോന്നിയാവാസികളായി ജീവിച്ച് മറ്റുള്ള ആളുകളുടെ സമാധാനം നഷ്ടപ്പെടുത്തി മറ്റുള്ളവർക്ക് ദോഷം പ്രവർത്തിച്ച് അവരെ നിസ്സാരന്മാരായി എണ്ണി നിസ്സഹായരായി എണ്ണി അവരെ നാനാ വഴിക്കും കൂടെ തകർത്ത് തരിപ്പണമാക്കാൻ പ്രവർത്തിച്ച് കോടതി പോകരുതെന്നോ? ആര് പറഞ്ഞു പോകരുതെന്ന്? പോണമെന്നാ പറഞ്ഞേ. നീ വിശ്വാസിയാണെന്ന് പറയും, അവിശ്വാസിയായിരുന്ന അധമന്മാർ ചെയ്യുന്നതിനേക്കാൾ മോശമായ പ്രവൃത്തി നീ ചെയ്യുകയും ചെയ്താൽ നിനക്ക് വിരോധമായി കോടതി പോയില്ലെങ്കിലാണ് ദൈവം ദോഷം സഹിച്ചവനെ ശിക്ഷിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പോണമെന്നാ പറയുന്നത്. കോടതി തന്നെ പോകണം. കോടതി പോയി നിന്റെ ന്യായം പറയണം. കള്ളം പറയരുത്. നീ ലഭിച്ച നിനക്ക് വിരോധമായി സംസാരിക്കുന്ന പ്രവർത്തിക്കുന്നവൻ ചെയ്ത ദോഷം നിന്റെ ഭാഗത്തെ നിസ്സഹായത നിഷ്കളങ്കത എന്താണെന്ന് വ്യക്തമായി പറയണം. നിന്റെ ഭാഗത്തെ നിഷ്കളങ്കത വ്യക്തമായി പറയുകയും നീ സഹിച്ച ദോഷങ്ങളെ കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ നിനക്ക് സഭാതലത്തിൽ കിട്ടാത്ത ന്യായം കോടതിയുടെ മുമ്പാകെ കിട്ടുമെന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. ദോഷം ചെയ്യുന്നവന്റെ ശിക്ഷയ്ക്കായി ദൈവത്താൽ നിയമിതനായ ശുശ്രൂഷകനാണെന്ന ഇവിടെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ശുശ്രൂഷകന്മാരോ എന്ന് പറയുന്ന ഭാഗത്ത് അവരെ കുറിച്ച് ഡീക്കൻസ് എന്ന വാക്കാണ്. ഡീക്കൻസ്, സേവകർ എന്നാണ് അവ പേരിന്റെ അർത്ഥം. അതേ പേരുടെ ഡീക്കൻസ് എന്ന പദമാണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കുന്ന കോടതിക്കും പോലീസ് അധികാരികൾക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന ദൈവത്താൽ നിയമിതരായ ശുശ്രൂഷകന്മാർ എന്നുപയോഗിക്കുന്ന പദം. എന്ന് പറഞ്ഞാൽ സഭയിലെ ശുശ്രൂഷകന്മാരായ ഡീക്കൻസിനും ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായ നിയമിതരായിരിക്കുന്ന ഈ കോടതി അധികാരികൾക്കും പോലീസ് അധികാരികൾക്കും കൊടുത്തിരിക്കുന്ന പദം വേദപുസ്തകത്തിൽ ഒരേ വാക്കാണ്, ഡീക്കൻ, ശുശ്രൂഷകൻ. നിങ്ങൾക്കറിയാവോ ആരെയാ നിങ്ങൾ പേടിപ്പിക്കുന്നത്? എത്ര കാലം പേടിച്ച് ജീവിക്കാൻ സാധിക്കും? എത്ര കാലം ഭയപ്പെട്ട് ജീവിക്കാൻ സാധിക്കും? ഇവിടുത്തെ രണ്ടെണ്ണത്തിനെ, അതായത് നിരന്തരമായി ആത്മസ്വസ്ഥത നഷ്ടപ്പെടുത്തി നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടെണ്ണത്തിനെ കോടതിയുടെ വരാതെ കയറ്റിയാൽ ജീവിതത്തിന്റെ അടുത്ത 15 വർഷം കോടതി വരാതെ കയറി നിരങ്ങിയാൽ തന്നെ ശിക്ഷ കിട്ടിയില്ലെങ്കിലും അതൊരു ശിക്ഷയായി വരും. അതായത് അതാ സാധാരണ ആരും കോടതി പോയി കഴിഞ്ഞാൽ കോടതി നമ്മുടെ ആരും ഇരിപ്പില്ലല്ലോ. പ്രശ്നം തീരണം. അടുത്ത കാലത്തെങ്കിലും തീരുകയില്ല. ഇതിന്റെ വരാതെ കയറി ഇറങ്ങി നിരങ്ങി ജീവിതം മിക്കവാറും തീരും. അപ്പോൾ അത് തന്നെ ഒരു ശിക്ഷയാണ്. ഇതില്ലാത്തതുകൊണ്ടാണ് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ജീവിതമുള്ളതുകൊണ്ടാണ് മറ്റൊരാളെ നശിപ്പിക്കാൻ
അവന് വിരോധമായി ദോഷം രാപകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഭിക്കപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ദുർവ്യയം ചെയ്യാം. നിങ്ങൾ ഒരാൾക്ക് നിങ്ങളുടെ ആശയങ്ങളെ എഴുതാൻ നിങ്ങളുടെ ടൈം ലൈനിൽ അധികാരമുണ്ടെങ്കിൽ എൻ്റെ ആശയങ്ങൾ എഴുതാൻ എനിക്ക് എൻ്റെ ടൈമിൽ അധികാരമില്ലേ? ഇവിടുത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എനിക്ക് ആശയ സംവാദം ചെയ്യാൻ മാധ്യമ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലേ? നിങ്ങൾക്ക് എന്നോട് പരാതി ഉണ്ടെങ്കിൽ, ഞാൻ എഴുതുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ, നിങ്ങൾ കൊണ്ടുപോയി എനിക്കുള്ള മാധ്യമ സ്വാതന്ത്ര്യം എന്ന ഗവൺമെന്റിനോട് എൻ്റെ പേരെഴുതി, ഞാൻ മേൽവിലാസം എഴുതി, ഞാൻ മേൽവിലാസം തരാം, നിങ്ങൾ എനിക്കെതിരെ പരാതിപ്പെട്. ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേ. ധൈര്യം ചെയ്ത് എനിക്കെതിരായിട്ട് കേസ് കൊടുത്ത് എന്നെ വിസ്തരിക്കട്ടെ. നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നേ? പെന്തക്കോസുകാരെ കുറിച്ച് രാപകൽ പറഞ്ഞുകൊണ്ടിരിക്കാം ടൈം അല്ലേ? പെന്തക്കോസുകാരൻ അവന്റെ കാര്യം നോക്കി ജീവിക്കുക. ഇന്ന് വരെ പെന്തക്കോസുകാരെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ എൻ്റെ ഹൃദയത്തിന് വേദനയുണ്ടാകുന്ന നിലയിൽ ഒരു പ്രവൃത്തി എനിക്ക് വിരോധമായി സോഷ്യൽ മീഡിയയിൽ ചെയ്യുകയോ, എന്നെ വേദനിപ്പിക്കുകയോ, എന്നെ ദുഷിക്കുകയോ, എനിക്ക് വിരോധമായി കഠിനവും നികൃഷ്ടവുമായ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അത് പച്ച പരമാർത്ഥമായ കാര്യമാണ്. ഞാനാണ് ഏറ്റവും കൂടുതൽ പെന്തക്കോസുകാരുടെ ഉപദേശത്തെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ണിച്ചിട്ടുള്ള ആൾ. വേർപാടുകാരുടെ വിശ്വാസം സ്ഥാപിക്കാൻ പെന്തക്കോസ് കൃപാവര ഉപദേശങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കഠിനമായ നിലയിൽ യാതൊരു കനിവുമില്ലാതെ ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഞാനാണ്. എന്നിട്ട് പോലും ഇവിടുത്തെ പെന്തക്കോസ് സഹോദരന്മാരെ എന്നെ കാരണം കൂടാതെ ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ ദുഷിക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല, ഈ കോവിഡിന്റെ കാലത്ത് അവരിൽ പല ആളുകളും ഒരു 5-ലധികം ആളുകൾ ഞാൻ ആവശ്യപ്പെടാതെ, ഞാൻ അവരോട് ചോദിക്കാതെ, ഒരു വിഷമവും അവരോട് പറയാതെ എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളിൽ എനിക്ക് കൂട്ടായ്മ കാണിക്കുകയും കൂടി ചെയ്ത സഹോദരന്മാരാവര്. ഞാൻ ഈ കാലം മുഴുവൻ വേർപെട്ട സമൂഹത്തിൽ ഒരു വേർപെട്ട വിശ്വാസിയായി നിന്ന് ഞാൻ ജനിച്ച് രക്ഷിക്കപ്പെട്ട് വന്ന ദിവസം മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയ മനോപീഡയായത്. നിങ്ങളിൽ ഒരുത്തരും വിരോധമായി ഞാൻ ഇവിടുത്തെ കോടതി പോകേണ്ട ആവശ്യം വന്നാൽ ഞാൻ അനുഭവിച്ച മുഴുവൻ വേദനയും ഞാൻ രേഖാമൂലം എഴുതി കൊടുക്കും. എനിക്ക് യാതൊരു സംശയമില്ല, എഴുതി കൊടുക്കും. അത്ര വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. അപ്പം ഞാൻ പറഞ്ഞറിയാമോ, നിങ്ങളെ മനസ്സിലാക്കുക, ഒരു പെന്തക്കോസുകാരൻ സഹോദരനെ അവരുടെ ഉപദേശ വിഷയങ്ങളുടെ വൈപരീത്യത്തെ യാതൊരു നിർദാക്ഷിണ്യം ഞാൻ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 4-5 വർഷക്കാലം ഞാൻ വിമർശിക്കുകയും ഞാൻ വചനപ്രകാരം എനിക്കുള്ള സ്റ്റാൻഡ് ഞാൻ കൃത്യമായി പറയുകയും ചെയ്തിട്ടും ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും എൻ്റെ ഉപജീവനത്തിന് വേണ്ടി 5-ലധികം സഹോദരന്മാർ ഞാൻ ആവശ്യപ്പെടാതെ, ഞാൻ ചോദിക്കാതെ എൻ്റെ അക്കൗണ്ട് വാങ്ങി എനിക്കൊരു ചെറിയ കൂട്ടായ്മ അയച്ചു തന്ന ആ സഹോദരന്മാർ എന്നെ നിങ്ങൾ ചില ആളുകൾ ചെയ്യുന്ന പോലെ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇത് വളരെ കഷ്ടമാണ്. എനിക്ക് വാക്കുകൾ മുട്ടുന്നു, പറയാൻ എൻ്റെ മനസ്സിന് ത്രാണിയില്ല. ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് ഈ രാത്രിയിലും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ആ ദൈവം ഇടപെടും. അപ്പോൾ തന്നെ അതായത് ഞാൻ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, നിങ്ങൾക്കറിയാവോ, എനിക്കെതിരെയുള്ള ഒരു പരാതി, ഞാൻ 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നതാണ്. 24 മണിക്കൂറും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നതിൽ എന്നെ വിമർശിക്കുന്ന ആരുടെയും വീട്ടിൽ നിന്ന് കാശ് ഞാൻ വാങ്ങിക്കാറുണ്ടോ? അതോ നിങ്ങൾ തരാറുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കാറുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേൽ എന്ത് അധികാരം? എൻ്റെ കുടുംബജീവിതത്തിന്മേൽ എന്ത് അധികാരം? നിഷ്കളങ്കയായ എൻ്റെ ഭാര്യയ്ക്ക് വരെ അപരാധം പറഞ്ഞവരല്ലേ നിങ്ങൾ ചിലർ? അല്ലേ? അതിന്റെ തെളിവുകൾ നിങ്ങളുടെ തന്നെ പോക്കറ്റിലില്ലേ? ഇല്ലേ? എവിടെ ഈ കെട്ടിവെപ്പ് നിങ്ങൾ കൊണ്ടുവയ്ക്കും? ഈ ശാപം നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കും? സന്തതികൾ ഉള്ളവർ ആരെങ്കിലും, അതായത് കുഞ്ഞുങ്ങളുള്ള തലമുറകളുള്ള ആരെങ്കിലും ഇതുപോലുള്ള അകൃത്യങ്ങൾ ചെയ്യുമോ? ഒരു ദൈവദാസ വിരോധമായി ചെയ്യുമോ? തലമുറകൾ, കുഞ്ഞുങ്ങളുടെ തലമുറകളെ കുറിച്ച് ഭാവി ഉള്ളത്. അപ്പൊ എഴുതിയിരുന്ന ഇങ്ങനത്തെ പിരട്ടുകൾ വേണ്ട കേട്ടോ. ഞാൻ ആരെയും വിരട്ടാനൊന്നും വരുന്നില്ല. പക്ഷേ ദൈവം നിന്നെ വിരട്ടുമ്പോൾ ഉണ്ടല്ലോ, നിന്റെ അരയുടെ പഴിയുന്ന ദിവസമുണ്ട്. ദൈവം ടൈറ്റസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ബലഹീനനായ മനുഷ്യനാണ്. സ്വതവേ എഴുന്നേറ്റിരിക്കാൻ കാലുകൾക്ക് നല്ല സ്വാധീനം പോലും ഇല്ലാത്തവനാ. എന്നാൽ എൻ്റെ ദൈവം ചരിത്രത്തിലെ ആളുകൾ പേരിട്ടുള്ള മഹാരഥന്മാരെ അരക്കെട്ടിന് ദൈവം പിടിച്ചിട്ടുണ്ട്. ഒരുത്തനെ കുറിച്ച് എഴുതിക്കുന്ന അവന്റെ അരയുടെ പാടിയെന്ന ഭിത്തിക്കെതിരെ അവനെതിരെ കൈയുടെ മുദ്ര വന്ന് പതിഞ്ഞപ്പോൾ ആ ദൈവത്തെ ഞാൻ സേവിക്കുന്നു.
ഊമ വിഗ്രഹങ്ങളെ കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയ ഊമ വിഗ്രഹങ്ങളെ സേവിക്കുന്നവനല്ല ഞാൻ. ജീവനുള്ള ഇസ്രായേലിന്റെ ദൈവത്തെ സേവിക്കുന്നവനാ. ആ ദൈവത്തെ കഴിഞ്ഞ കാലം മുഴുവൻ ഞാൻ സേവിച്ചിട്ടുള്ളത്. അത് ഞാൻ ആ ദൈവത്തോടൊരു വിഷയം പറയുമ്പോൾ തന്നെ രാജ്യം എനിക്ക് തന്നിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, അതായത് ഈ രാജ്യത്തിന്റെ പൗരനായി ക്രിസ്ത്യൻ ഈസ് ഹാവിങ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, അതായത് സ്വർഗത്തിന്റെ പൗരത്വവും ഭൂമിയുടെ പൗരത്വവും ഉള്ളവനാണ് ക്രിസ്ത്യാനി വിശ്വാസി. അപ്പോൾ സ്വർഗീയ പൗരനായതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് എൻ്റെ കാര്യങ്ങൾ പറയും. ലോകത്തിന്റെ പൗരനായതുകൊണ്ട് ലോകം എനിക്ക് തരുന്ന, അല്ലെങ്കിൽ എനിക്ക് തരേണ്ട ന്യായമാകുന്ന ലോകത്തിന്റെ അവകാശങ്ങളെ ഞാൻ ലോകത്തിന് മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുകയും ചെയ്യും. അല്ല, ഞാൻ പേടിച്ചു പോയി ചാകാനൊന്നും പോകുന്നില്ല, അത് നിങ്ങൾ ചിന്തിക്കേണ്ട. അതിന് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ എന്നെ അകാരണമായി വിഷമിപ്പിക്കുന്ന ആളുകളെ മാത്രം ഉദ്ദേശിച്ചല്ല, പബ്ലിക് ഫോറത്തെ ഉദ്ദേശിച്ചല്ല. പക്ഷേ എൻ്റെ ടൈം ലൈൻ പബ്ലിക് ഫോറം ആയതുകൊണ്ട് ഞാനത് പബ്ലിക് ഫോറത്തിൽ ഇടുന്നുള്ളേ ഉള്ളൂ. എന്നെ അകാരണമായി ഉപദ്രവിക്കുന്ന, അകാരണമായി എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, അകാരണമായി എനിക്ക് മനോവേദന വർദ്ധിപ്പിക്കുന്ന വ്യക്തികളായ ആളുകൾക്ക് മാത്രമാണ് ഈ മെസ്സേജ് ബാധകമായിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ ചിന്തിച്ചേക്കുന്ന ഞാനൊരു അനാഥപ്രേതമായി, എനിക്കൊരു മനുഷ്യൻ ചോദിക്കാനും പറയാനും ഒന്നുമില്ലെന്ന. ചോദിക്കാനും പറയാനും ഒക്കെ ആളുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നനഞ്ഞിറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ. കാരണം വെച്ചാൽ ഇതിന് ഒരു ദൈവദാസ നിലയിൽ ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു. 5 വർഷം ഞാൻ ക്ഷമിച്ചു. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുക. പക്ഷെ എന്നെ പിടിവിടാതെ നിരന്തരമായി ഉപദ്രവിച്ചാൽ അന്നേരം അറിയാം ആരെങ്കിലും ഉണ്ടോ എന്ന്. മനസ്സിലായോ? ഇത് എൻ്റെ പൈസ കൊടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ബ്രോഡ്ബാൻഡ് ഉപയോഗിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ദൈവം തന്ന ആശയം ഞാൻ പറയാൻ പാടില്ലെന്ന് പറയാൻ നിങ്ങളാരാ? എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? അല്ലെ രാജ്യയോട് പറയട്ടെ നീ ഇത് പറയണ്ടാന്ന്. ഞാൻ അന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇത് കുറെ അതിരുകവിഞ്ഞ പ്രവൃത്തിയാണ്. അതിരുകവിഞ്ഞ പ്രവൃത്തിയായത്. വളരെ മോശമായത്. വളരെ മോശം. സമാധാനമായി ജീവിക്കുന്ന പെന്തക്കോസുകാരൻ നെഞ്ചത്ത് രാവിലെ കയറും. അവൻ അന്യഭാഷ പറയുന്നു, മറ്റേ പറയുന്നു, മറിച്ചേ പറയുന്നു പറഞ്ഞ് അവനവൻ്റെ കാര്യമൊന്നും മിണ്ടാനും പാടില്ല. എവിടുത്തെ നയമായത്? എന്തോ ഉപദേശം? ആരെ നന്നാക്കാൻ? ആരെ നന്നാക്കുന്നു? അല്ലെ ആര് നന്നാകുന്നു? സ്വയം ശോധന ചെയ്യുക. പേടിപ്പിക്കരുത് ആരെയും. കള്ളയടി ഉണ്ടാക്കി അറ്റാക്ക് ചെയ്താൽ ആരും ഇവിടെ അറിയത്തില്ലെന്ന് ചിന്തിക്കരുത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാരിവേശനോട് ദൈവം പറഞ്ഞ വശയും മെനെ മെനെ തെക്കേ ലൂഫസിൻ, നിന്റെ രാജ്യത്തെ എണ്ണി അതിന് അന്തം വരുത്താൻ സമയമായി. നിന്റെ നാളുകൾ എണ്ണി അത് ദൈവത്തിന്റെ ഡയറിയിൽ ദൈവം കുറിച്ചു വയ്ക്കുന്ന സമയമായി. ദൈവത്തെ ഭയപ്പെടണം. വെറുതെ ഇരിക്കുന്ന മനുഷ്യന്റെ തലയിൽ കയറരുത്. വെറുതെ ഇരിക്കുന്നു പറഞ്ഞാൽ വെറുതെ വീട്ടിനകത്തിരിക്കുന്നവൻ. എൻ്റെ ചുറ്റുപാടും താമസിക്കുന്ന ജാതികളായ ആളുകൾ ഇതിനേക്കാൾ എത്രയോ 10,000 ബഹുമാനം, ആദരവ്, സ്നേഹവും ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ടൈറ്റസ് ബ്രദർ എന്ത് ചെയ്യുന്ന അന്വേഷിക്കുന്നവരാ. എൻ്റെ തൊട്ടുവാതിക്ക് താമസിക്കുന്നത് ആറന്മുള പ്രദേശങ്ങളിലെ പ്രശസ്തരായ നായന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എൻ്റെ വാതിക്ക് താമസിക്കുന്നത്. അവരെന്നോട് കാണിക്കുന്ന മാന്യതയുടെ 1000-ൽ-1 കാണിച്ചുകൂടെ? ഞാൻ നിങ്ങളുടെ ബഹുമാനം വല്ലതും ചോദിച്ചോ? അതോ നിങ്ങളോട് വല്ലതും എഴുതി ചോദിച്ചോ? പൈസ വല്ലതും ചോദിച്ചോ? എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. എനിക്ക് ദൈവം തന്ന ശുശ്രൂഷകൾ ഞാൻ ചെയ്യാൻ പാടുന്നു. ഇതാണോ ക്രിസ്തീയത? ഇതാണോ ആത്മീയം? ഇതാണോ പരിശുദ്ധാത്മാവ് നടത്തിപ്പ്? എനിക്ക് തോന്നുന്നില്ല അത് വേണമെന്ന്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ശരിയാണെന്ന്. ഒരു മൈക്ക് സാങ്ഷൻ വാങ്ങിക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ധൈര്യമുള്ളവരല്ല ഇവിടുത്തെ വിശ്വാസികൾ പലരും. എനിക്കറിയാം, ഞാൻ പല കൺവെൻഷനും പോയിട്ടുണ്ട് വാങ്ങാൻ. അത്രയേ ഉള്ളൂ. ഞായറാഴ്ചത്തെ പ്രകടനമേ ഉള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളതിനെ കൂട്ടം കൂടി ആക്രമിക്കാനും മറ്റൊന്നിനും കൊള്ളുകയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. മനസാക്ഷി ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു സഹജീവിയായി നിങ്ങളോടുകൂടെ നിങ്ങളിലൊരുവനായി നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി കഴിഞ്ഞ 35 വർഷക്കാലവും നെഞ്ചു വിരിച്ചു പോരാടിയ എൻ്റെ നെഞ്ചത്ത് നിങ്ങൾ കത്തിയിറക്കുന്നതിന് സമാനമാണ്.
എന്നെ രാപകൽ അകാരണമായി ഉപദ്രവിക്കുന്നത്. ദൈവം നിങ്ങളോട് ക്ഷമിക്കുകയില്ല. ദൈവം നിങ്ങളുടെ തലമുറകളോട് ക്ഷമിക്കുകയില്ല. ദൈവം നിങ്ങളുടെ പണത്തെ മാനിക്കുകയില്ല. നിങ്ങളത് മനസ്സിലാക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ വേദന കൂടുതൽ പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ നിർത്തുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.